ഹായ് എവരിവൺ. ദിവസം അവസാനിക്കുമ്പോഴും നെറ്റ് പരീക്ഷയുടെ റിസൾട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. 25-ലധികം JRF വിന്നേഴ്സും 250-നടുത്ത് നെറ്റ് വിന്നേഴ്സും ഇതുവരെ എത്തിക്കഴിഞ്ഞു. PhD വിന്നേഴ്സിന്റെ എണ്ണം 500-നെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയത്തിനിടയിലും നമ്മുടെ ഓവറോൾ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നുവെന്ന് NTA ഭാഗത്ത് നിന്നുള്ള ഡേറ്റ വന്നിട്ടുണ്ട്. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെ എണ്ണം 9 ലക്ഷത്തിന് മുകളിലാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് 58.9%. മെയിൽ കാൻഡിഡേറ്റ്സ് 41.08% ആണ്. അതിൽ തന്നെ 7,35,000 പേരാണ്. 9,93,000, 10 ലക്ഷത്തിനടുത്ത് അപ്ലിക്കൻസ് ഉണ്ടെങ്കിലും 7,35,614 വിദ്യാർത്ഥികളാണ് എക്സാമിന് അപ്പിയർ ചെയ്തത്. അതിൽ നിന്ന് 1%-ലും വളരെ താഴെ 5,108 പേർക്ക് മാത്രമാണ് JRF കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ JRF കിട്ടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ ഒരു 100-ന്റെ അടുത്ത് കുറവ് വന്നിട്ടുണ്ട്. നെറ്റ് കിട്ടിയവർ ഏകദേശം തുല്യമാണ്. കഴിഞ്ഞ സൈക്കിളിൽ ജൂൺ 2025 സൈക്കിളിന് തുല്യമായിട്ടാണ് 54,713 വിദ്യാർത്ഥികൾക്കാണ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത്. PhD ഓൺലി കിട്ടിയവരുടെ PhD എലിജിബിലിറ്റി നേടിയവരുടെ എണ്ണം 1,28,000-ൽ നിന്ന് കുറഞ്ഞ് 1,17,000-ലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 11,000 വിദ്യാർത്ഥികളുടെ കുറവാണ് വന്നിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പരീക്ഷ എഴുതിയുടെ കാര്യവും മറ്റ് CCTV ഇൻസ്റ്റലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എല്ലാവർക്കും നെറ്റിന്റെ റിസൾട്ട് നോക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ക്വാളിഫൈ ചെയ്തവർ അടുത്ത സ്റ്റെപ്പിലേക്ക് കരിയറിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാ നന്മകളും ആശംസിക്കുന്നു. എന്നാൽ ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയവർ വിഷമത്തിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വിഷമം തോന്നും. ആ സങ്കടങ്ങളെയൊക്കെ മാറ്റിവെച്ച് അടുത്ത 1-2 ദിവസത്തിനുള്ളിലെങ്കിലും തിരിച്ച് ട്രാക്കിൽ വരിക, പഠിക്കാനായിട്ട് തീരുമാനിക്കുക. നിങ്ങളുടെ പരാജയം എന്ന് വിലയിരുത്തി നിരാശപ്പെടാതെ പരീക്ഷ പേപ്പർ റെസ്പോൺസ് ഷീറ്റ് അനലൈസ് ചെയ്ത് വീക്ക്നെസ് വന്ന ഏരിയകൾ തിരുത്തി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.